ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഇൻഗ്രീഡിയൻസ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പായസം റെസിപ്പിയായിട്ടാണ്. ഇത് മെയിൻലി ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ കാരണം നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത കുറേ പേരുണ്ടാവും. കൂടുതലും അതിൽ ബാച്ചിലേഴ്സും ഒക്കെ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. കോൺഫ്ലെക്സ് പായസം. ഇത് നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 100 ഗ്രാം കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം വെക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ ഒന്ന് അലിഞ്ഞ് പാലുമായിട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ബട്ടർ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള 100 ഗ്രാം കോൺഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലെക്സ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മധുരം ഇപ്പോൾ പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. മധുരം കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർ മാത്രം മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കോൺഫ്ലെക്സ് എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ ഓൾറെഡി കോൺഫ്ലെക്സ് വെന്തിട്ടുണ്ട്, എങ്കിലും നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് വെക്കാം. കോൺഫ്ലെക്സ് വേകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. ഇനി കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ബദാം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ബദാം വലുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കൊള്ളിച്ചാൽ മതിയാവും. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കാം. പായസം ഇപ്പം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ വേണ്ടി നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പായസത്തിൻ്റെ പരുവാവുന്നിടം വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മളിത് വെച്ച് വേവിക്കുന്നത്. കാരണം ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലെക്സ് വെന്തിരിക്കുകയാണ്. കാരണം കോൺഫ്ലെക്സിന് വളരെ വേവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് വേവും. ഇനി നമുക്കത് പായസം പോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം.
ഇപ്പോൾ ശരിക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലെക്സ് പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കോൺഫ്ലെക്സ് വെറുതെ പാലിലിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതുപോലെ പായസമാക്കി കൊടുക്കാം. അപ്പോൾ വളരെ നല്ല മധുരം കൂടിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് തന്നെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനായാലും അവർ താമസിക്കുന്നിടത്ത് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവർക്കും കോൺഫ്ലെക്സ് പായസം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.